الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും വയസ്സന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ വയസ്സ് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഉമ്മത്തിന്റെ ശരാശരി വയസ്സിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് 60 വയസ്സിനും 70 വയസ്സിനും ഇടക്കാണ് എന്ന് ഉമ്മത്തിന്റെ ആയുസ്സിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 70 വയസ്സായി കഴിഞ്ഞാൽ അവൻ സീനിയർ സിറ്റിസൺ എന്ന പദവിയിലേക്ക് വരെ എത്തും. സഹോദരങ്ങളെ, ഈ പ്രായത്തിൽ എത്തി നിൽക്കുന്നവരും ഏകദേശം അടുത്തു നിൽക്കുന്നവരും അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമൊക്കെയാണ് നമ്മൾ. റഹ്മാനായ റബ്ബിന്റെ അടുത്താണ് ആയുസ്. നല്ല ആയുസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു പ്രായമെത്തുമ്പോൾ നമ്മുടെ മനോഗതി എന്താണ്? ആശയാണോ നിരാശയാണോ? പലരും പങ്കുവെക്കാറുള്ളത് നിരാശയുടെ വർത്തമാനങ്ങളാണ്. വയസ്സായില്ലേ, ഇനിയിപ്പോ എന്താ? ചില ആളുകൾ ഒന്നുകൂടി കടന്നു പറയും, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ആർക്ക് വേണം? മറ്റു പലരും പറയാറുള്ളത് ഇപ്പൊ അങ്ങനെ തള്ളി നീക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഈ ഒരു അന്തരീക്ഷത്തെ, ഈ ഒരു കാലയളവിനെ നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അവസാന കാലം എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും നാളുകളാവണം ഉണ്ടാവേണ്ടത്. കാരണം നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് ജീവിതമെന്ന ഒരു പൊരുവെയിലിൽ നിന്ന്
തണലേകുന്ന ഒരു പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. തിക്കിത്തിരക്കി വെയിലുകൊണ്ട് ക്ഷീണിച്ച് തളർന്ന് തകർന്ന് ഈ ദുനിയാവിലെ കാലം കടന്നു പോവുകയാണ്. ഇനി നമ്മൾ സുരക്ഷിതമായ ഒരു ലോകത്തേക്ക് എത്തിച്ചേരേണ്ടവരാണ്. പലപ്പോഴും തിക്കിത്തിരക്കി മുന്നോട്ടു പോയി ഒരു കൗണ്ടറിലേക്ക്, ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നിരാശയാണെങ്കിൽ വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയണം, എന്തോ ഒരു വലിയ തകരാറ് നമുക്ക് ഉണ്ട് എന്ന്. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ജീവിത തിരക്കിൽ നിന്ന് പലപ്പോഴും ഈ ഒരു മാനസികാവസ്ഥ ഉള്ള ആളുകൾ ജീവിത തിരക്കിൽ നിന്ന് പെൻഷൻ പറ്റി, അല്ലെങ്കിൽ കച്ചവടം മക്കളെ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ചെറിയ അഭിവൃദ്ധി ഉണ്ടായപ്പോ ഒന്ന് മാറി നിന്ന്, ഇങ്ങനെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ മതപരമായ തിരക്കുകളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ പലരും ദുനിയാവിന്റെ വലിയ തിരക്കുകൾ വിളിച്ചു വരുത്തുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. പിന്നീട് തന്റെ ജീവിതത്തിൽ യാതൊരു ഗുണവും ലഭിക്കാത്ത കുറെ കാര്യങ്ങളിലേക്ക് പലപ്പോഴും അജണ്ടകൾ മാറി ചിന്തിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. സഹോദരങ്ങൾ, ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ട് ഒരു വിശ്വാസി സന്തോഷവാനാകണം അവസാന കാലത്ത്, എന്തുകൊണ്ടൊരു സത്യവിശ്വാസി ജീവിതം കൊണ്ട് സംതൃപ്തനായി ജീവിക്കണം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മുടെ മനസ്സിൽ എണ്ണി തിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തി പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ പൊതുവായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അതിന് മഹത്തായ പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഇഹവും പരവും അവന് പ്രകാശപൂരിതമായിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിലെ 97-ാമത്തെ വചനം, മൻ അമില സ്വാലിഹൻ, ഒരാള് സൽക്കർമ്മമുള്ള ഒരു മനുഷ്യനായി ജീവിച്ചു, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, രണ്ടു പേർക്ക് തുല്യമായ പരിഗണനയാണ് റഹ്മാനായ റബ്ബ് നൽകുന്നത്. വഹുവ മുഅ്മിൻ, മരണാനന്തരമുള്ള ജീവിതമാണ് ഹഖെന്ന് വിശ്വസിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുഅ്മിനായി ജീവിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ സൽക്കർമ്മകാരിയാണ് എങ്കിൽ ഫലനുഹ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവന് ഏറ്റവും ത്വയ്യിബായ പരിശുദ്ധമായ ഒരു ജീവിതം നാം അവനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഫലനുഹ്യന്നഹു, അവനെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഹയാത്തൻ ത്വയ്യിബ, ഒരു സുന്ദരമായ ജീവിതം. അവിടെ അവസാനിപ്പിച്ചില്ല റഹ്മാനായ റബ്ബ്, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മത്തെ അള്ളാഹു പരിഗണിക്കുകയും വലനജ്സിയന്നഹും അജ്റഹും, എന്നിട്ട് അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്ത് നൽകുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ജീവിതം കൊണ്ട് കൊയ്തെടുക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് ഇഹവും പരവും ഹയാത്തൻ ത്വയ്യിബ, ഏറ്റവും സുന്ദരമായ ഒരു ജീവിതമാണ്. അതിന് അമലു സ്വാലിഹാത്തുള്ള ഒരു മുഅ്മിനായി മാറണം എന്ന നിബന്ധനയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് ജീവിതത്തിന്റെ വഴിയാണ്. ഇനി ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അവന്റെ ജീവിതത്തിൽ പിന്നീട് ഒഴിവു സമയങ്ങളെ വൃഥാ കളയാനുള്ളതല്ല, വെറുതെ ടൂറ് നടക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത യാത്രകൾ പോകാനോ ഉള്ളതല്ല, വെറുതെ ഇരിക്കാനുള്ളതല്ല. യാത്ര പോകണ്ട എന്നല്ല കേട്ടോ, ഇതൊന്നും നഷ്ടപ്പെടുന്ന ഒരു യാത്ര ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം തന്നെ അത് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ സാധുക്കളായ മനുഷ്യരെ അവരുടെ കർമ്മങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിന് പകരം എല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരുടെ ദിനചര്യകളെ മാറ്റി സെറ്റ് ചെയ്യുന്ന സാമൂഹിക അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. വാർദ്ധക്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒന്നെന്താണെന്നറിയോ, അത് ഒരു നല്ല അന്ത്യത്തിന്റെ അടയാളമാണ്.
ഒരു നല്ല അവസാനത്തിന്റെ അടയാളമാണ്. വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരിഗണിക്കുക അവന്റെ കർമ്മങ്ങളുടെ അവസാനം വെച്ചുകൊണ്ടാണ്. അല്ലെ, പലരുടെയും മരണങ്ങൾ ആഘോഷങ്ങൾക്കിടയിൽ തിമിർത്താടി കുഴഞ്ഞു വീഴുമ്പോ അവനെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലേ, പലതും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എങ്ങനെയായിരിക്കും എന്റെ മരണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഇന്നമൽ അഅമാൽ, നിശ്ചയം ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ റഹ്മാനായ റബ്ബ് പരിഗണിക്കുക. അവൻ കള്ളുഷാപ്പിലാണോ, വ്യഭിചാരത്തിനിടയിലാണോ, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾക്കിടയിലാണോ? ചിന്തിക്കേണ്ടതില്ലേ? അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ള വിഷയമാവണം എന്റെ മരണം. റഹ്മാനെ, സുജൂദിനിടയിൽ പള്ളിയിൽ ഒതുവോടുകൂടിയായിരിക്കെ, എന്റെ മക്കൾക്ക് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ടിരിക്കെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, നന്മകൾക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കെ, അങ്ങനൊരു സമയത്ത് എന്നെ കൊണ്ടുപോകണമേ എന്നാണ്. അത് അങ്ങനെ ഒരു മരണം ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത് അവന്റെ നല്ല മരണത്തിന്റെ നാളെ പരലോകത്ത് രക്ഷപ്പെട്ടവന്റെ അടയാളമാണ്. രണ്ടാമത് സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് തന്റെ അടിമ അവന്റെ ജീവിതം നല്ല കാര്യങ്ങളിൽ അവസാനിപ്പിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ അല്ല എങ്ങനെയാണ്? ഒരു അടിമ അവന്റെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് തന്നിലേക്ക് വരുന്നത് ഏറ്റവും നല്ല ഒരു അവസ്ഥയിലായിരിക്കണം എന്ന് ഇഷ്ടപ്പെടുന്നു. അല്ല ഇഷ്ടപ്പെടുന്നത് നമ്മളോട് ഇഷ്ടല്ലേ? റസൂലുള്ളാഹി പറയാണ്, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറാ, അള്ളാഹു ഒരു അടിമക്ക് ഒരു നന്മയായ ജീവിതമാണ്, ഖൈറാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇസ്തഅമലഹു, അള്ളാഹു അവനെ ഉപയോഗപ്പെടുത്തുന്ന, അള്ളാഹു അവനോട് പ്രയോജനപ്പെടുത്തും. ഫഖീൽ റസൂലുള്ളാഹിന്റെ സഹാബത്ത് കൈഫ യസ്തഅമൽ, അള്ളാഹിന്റെ റസൂൽ എങ്ങനെ ഒരു അടിമയെ അള്ളാഹു ഉപയോഗപ്പെടുത്തുക? യാ റസൂലല്ലാഹ്, അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, യുവഫിഖുഹു ലിഅമലി സ്വാലിഹിൻ ഖബ്ലൽ മൗതി, അവന് മരണത്തിന് മുൻപ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ളൊരു അവസരം, ഒരു ചാൻസ് അല്ലാണ്ട് ഒരുക്കി കൊടുക്കും എന്നാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, വല്ലാത്തൊരു പ്രയോഗം. അള്ളങ്ങട്ട് നമ്മളങ്ങട്ട് തയ്യാറാക്കി കൊണ്ടുവരും. അതിനെന്ത് വേണം? മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഈ ക്വാളിറ്റി നമുക്ക് വേണം. മൂന്നാമത്, വാർദ്ധക്യത്തിലെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കും. കുറച്ച് പ്രായം ചെന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. എന്തേ കാരണം എന്നറിയോ? അതിൽ കുറച്ചുകൂടി പ്രയാസം ഉണ്ടാവും. അവന്റെ കാല് വളയാത്ത പ്രശ്നം ഉണ്ടാവും. റുക്കോഴ് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടാവും. സുജൂദ് അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. നടക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവും, ശ്വാസം കിട്ടായി ഉണ്ടാവും. അങ്ങനെ തളർന്ന് പ്രയാസപ്പെട്ടാണ് അവൻ അമലിലേക്ക് വരുന്നത്. ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് റഹ്മാനായ റബ്ബ് കണക്കില്ലാതെ കൊടുക്കുന്നതാണ്. കേൾക്കണം കേട്ടോ, കണക്കുണ്ടാവില്ല. ഇന്നമാ യുവഫസ് സ്വാബിറൂൻ, ക്ഷമാലുക്കൾക്ക് അല്ലാഹു പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കുക. അജ്റുഹും ബിഗൈരി ഹിസാബ്, ഒരു കണക്കുണ്ടാവില്ല. അത് അവൻ അനുഭവിച്ചതിന്റെ തോതനുസരിച്ച് റഹ്മാനായ റബ്ബ് അവനെ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടിക്കളയും എന്നാണ്. ഒരു കണക്കുണ്ടാവില്ല. അതിനെന്ത് വേണം? മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഈ ക്വാളിറ്റിയോട് കൂടി ജീവിക്കാൻ നമുക്ക് പറ്റണം. മറ്റൊന്നെന്താണെന്നറിയോ സഹോദരങ്ങളെ, മുമ്പ് ചെയ്തു പോയ തിന്മകളൊക്കെ ആ സൽക്കർമ്മങ്ങൾ മായ്ച്ചു കളയും. മടങ്ങാൻ റെഡി നിൽക്കല്ലേ? എപ്പോഴാ മടങ്ങാൻ നമുക്കറിയില്ലല്ലോ. ഈ ഒരുക്കം എപ്പോഴും നല്ലതാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്ത്. തീർച്ചയായും ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവന്റെ തിന്മകളെ പോക്കിക്കളയും, ഇല്ലായ്മ ചെയ്യും. ദാലിക ദിക്റാ ലിദ്ദാക്കിരീൻ, ഉത്ബോധനം കേട്ട് മനസ്സിലാക്കാൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഉത്ബോധനമാണ് ഇത് എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു. അത്തായിബു മിനദ് ദംബി കമൻ ലാ ദൻബ ലഹു, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യന് അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. നമുക്കുള്ള ഓഫറാണ് വിശ്വാസികളെ, നമുക്ക് മാത്രമുള്ള ഓഫറാണ്. ശിർക്ക് ചെയ്യാത്ത, ബിദ്അത്ത് ചെയ്യാത്ത, നാളെ പരലോകത്ത് അള്ളാന്റെ റസൂല് വിശ്വസിക്കാൻ പറഞ്ഞതുപോലെ വിശ്വസിച്ച സലഫുകളായ, അവരുടെ മാർഗം സ്വീകരിച്ചവരായ നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മറ്റൊന്നുകൂടിയുണ്ട്. പ്രായമായ ആളുകൾ ദീനിൽ നിലകൊണ്ടാൽ
അതിന് കഴിയാതെ വരുമ്പോഴും അതിന്റെ പ്രതിഫലം അതേപടി അവന് ലഭിക്കുന്ന നല്ലോണം ആരോഗ്യമുള്ള സമയത്ത് 5 നേരം പള്ളിയിലേക്ക് വന്ന ഒരു സഹോദരൻ, ഖുർആൻ കണ്ണിനൊരു പ്രശ്നമില്ലാത്ത കാലത്ത് ശരിക്കും ഖുർആൻ ഓതിയ സഹോദരൻ അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അയാൾക്ക് ഇത് മരിള അൽ അബ്ദ്, ഒരു അടിമ രോഗിയായി, ഔസാഫറ, അവന് ഒരു യാത്ര പോയി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുത്തിബ ലഹു മിനൽ അജ്രി മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹിഹ. അവൻ ശരിയായി ആരോഗ്യത്തോടു കൂടി നിലനിന്നിരുന്ന കാലത്ത് എങ്ങനെയാണോ അമലുകൾ ചെയ്തിരുന്നത് അതിനെന്താണോ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി അതേ പ്രതിഫലം അവന്റെ യാത്രയിലായാലും രോഗിയായാലും കിടപ്പിലായാലും അവന് കൊടുക്കുന്ന എത്ര സുന്ദരമായ വാഗ്ദാനം! റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന റഹ്മാനായ റബ്ബ്, കാരുണ്യവാനാണ് റബ്ബ്. പക്ഷേ തട്ടിമാറ്റുന്നവരാണ് നമ്മുടെ സമൂഹം. സഹോദരങ്ങളെ, അവസാന കാലഘട്ടങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ മാതൃക നമ്മൾ പഠിക്കണം. അലസന്മാരാ പലരും, വെറുതെ ഇങ്ങനെ ഇരിക്കുക, അങ്ങാടിയിൽ ഇങ്ങനെ വെറുതെ സ്വറ പറഞ്ഞിരിക്കുക, ബസ് സ്റ്റാൻഡിലെ അങ്ങാടിക്കുള്ള കമ്പിമീൻ പിടിച്ച് ഇങ്ങനെ വൈകുന്നേരം 5-6 മണിക്കൂർ ഇങ്ങനെ ചിലവാക്കുക. ഇങ്ങനെ സമയം കൊന്ന് ജീവിതം നിരാശപ്പെട്ട് ഇങ്ങനെ നടക്കുക. എന്നാൽ കേൾക്കണോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതുവരെ ആരാധനയിൽ നിമഗ്നനായിരുന്നു. ഖുർആൻ ഓതി 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 അർത്ഥം പഠിച്ച് കുടുംബത്തെ ഉപദേശിച്ച് ഒരു നല്ല പിതാവായി, ഒരു നല്ല പരിഷ്കർത്താവായി, ജിഹാദ് ചെയ്യുന്നവനായി, ഒരു രാഷ്ട്രത്തലവനായി കൊണ്ടാണ് 63 വയസ്സുവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. നമുക്ക് മാതൃകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. തന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ജീവിച്ചു പോയ സഹാബത്താണ് നമുക്ക് മാതൃക. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നീ എന്നെ രക്തസാക്ഷിത്വം നൽകണമേ. ഖലീഫയാണ്, എല്ലാ സുരക്ഷിതത്വവുമുള്ള, എല്ലാ അർത്ഥത്തിലും സുരക്ഷിതനായ ഖലീഫ പ്രാർത്ഥിക്കാൻ, അല്ലാഹ് എന്നെ നീ ഷഹീദാക്കണമേ. മാത്രമല്ല, വജ്അൽ മൗതി ഫീ ബലദി റസൂലിക്, എന്റെ റസൂലിന്റെ, നിന്റെ റസൂലിന്റെ ആ നാട്ടിൽ എന്നെ, ആ നാട്ടിൽ വെച്ച് എന്റെ മരണം നീ യാഥാർത്ഥ്യമാക്കണമേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിരുന്നു. ഫസ്തജാബ അല്ലാഹു ലഹു, അല്ലാഹു ആ 2 കാര്യത്തിന് ഉത്തരം നൽകി. ഒരു ഹജ്ജ് കഴിഞ്ഞ വേളയിലാണ് വന്ന് സുബഹി നമസ്കരിക്കുമ്പോഴാണ് ഒരു കുത്തുന്നത്. പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വെച്ചാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ജീവിച്ചപ്പോൾ അല്ലാഹുവിന്റെ ദുനിയാവിൽ തന്നെ പ്രാർത്ഥിച്ചതാണ് കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന നമുക്കറിയാം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവേ നിനക്ക് പരിശുദ്ധനാണ്, നിന്നെ ഞാൻ വാഴ്ത്തുന്നു, അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി. നമ്മൾ പ്രാർത്ഥിച്ചോ? എന്റെ റസൂൽ അവസാന കാലത്ത് ദീർഘമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി. പടച്ചവനെ, എനിക്ക് പുറത്തുകൊണ്ട എന്റെ തൗബ സ്വീകരിക്കണമേ എന്ന്. നോക്കൂ നിങ്ങൾ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സൂറത്തുൻ നസ്റിലെ ആ ആയത്തിറങ്ങിയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അഅ്മലുഹു ഇയ്യാഹ്, അല്ലാഹു അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അജ്ജലു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനോട് അടുത്തിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു മിൻഹാ ഇല്ലാ മാ തഅലം, നീ അറിയുന്നത് തന്നെയാണ് ഞാനും അറിയുന്നത്. നോക്കൂ നിങ്ങൾ, അവർ മരണത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്കൾ മരിക്കാനായിരിക്കുന്നു എന്ന് അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. 63 വയസ്സായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹത്തോടു കൂടി ചോദിച്ചിട്ടുണ്ട്, അല്ലാഹ്, അബൂബക്കറും എന്റെ കൂട്ടുകാർ കടന്നുപോയ പ്രായമായല്ലോ എനിക്ക്. വിശ്വാസികളെ, ഇത് ഓർമ്മപ്പെടുത്തിയത് എന്തിനാണെന്നറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ഓരോ സെക്കൻഡും. അത് പാഴ്വേലയാക്കിക്കൂടാ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും, പ്രിയ യുവാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ മനസ്സെത്തുന്നിടത്ത് കാലും ശരീരവും എത്തുന്ന ഇക്കാലത്ത് അള്ളാഹു പറഞ്ഞതൊക്കെ ചെയ്തിട്ട് വേണം വാർദ്ധക്യത്തിന്റെ പടവുകളിലൂടെ നമുക്ക് കടന്നു പോകാൻ. അവിടെ സുന്ദരമായ ഒരു പ്രതീക്ഷയുടെ ഭവനം നമുക്കുണ്ട്, റഹ്മാനായ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസ്. അതിലേക്കുള്ള യാത്രയിൽ ദുനിയാവിന്റെ
കേവലമായ തിളക്കങ്ങൾ നമ്മെ തടസ്സപ്പെടുത്തിക്കൂടാ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ നിയമനിർദ്ദേശങ്ങളായി പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിം തന്റെ ജീവിതത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, താൻ വാർദ്ധക്യത്തിലേക്ക് എത്തുമെങ്കിൽ അതിനെ എങ്ങനെ ഒരുങ്ങണം എന്നതും നമ്മൾ അറിയണം. പണ്ഡിതന്മാർ ധാരാളം വിഷയങ്ങൾ ചേർത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് അത്തൗബത്തു സ്വാദിഖ മിൻ കുല്ലി ദംബ്, ഒന്ന് റിവേഴ്സ് പോകാൻ നമുക്ക് പറ്റണം. ഒന്ന് കണ്ണടച്ചിരുന്ന് തന്റെ ഓർമ്മ വെച്ച നാള് മുതലുള്ള ജീവിതം എന്തായിരുന്നു, റഹ്മാനായ റബ്ബ് തൃപ്തിപ്പെടാത്ത കുറെ വാക്കുകൾ, പ്രവർത്തികൾ ഒക്കെ പിശാചിങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഓർത്തെടുക്കണം. നന്മകൾ ഓർത്തില്ലെങ്കിലും തിന്മകൾ ഓർക്കണം. എന്നിട്ട് കണ്ണൊന്ന് നിറയണം, മനസ്സൊന്ന് പിടക്കണം. അവിടെയാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചില്ലേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, പറഞ്ഞുകൊണ്ടേയിരിക്കണം. രണ്ട്, ഇക്സാറു മിൻ ദിക്രി വൽ ഇസ്തിഗ്ഫാർ. നമ്മള് പ്രഭാതത്തിലും പ്രദോഷത്തിലും അതുപോലെ തന്നെ ഇബാദത്തുകൾക്ക് ശേഷവും ഒക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ദിക്റുകളും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ എന്റെ കൈകൊണ്ട് ഭക്ഷണം എടുക്കുമ്പോൾ വലത്തെ കൈകൊണ്ടേ എടുക്കുള്ളൂ, കൂലി കിട്ടും. ബിസ്മി ചൊല്ലിയിട്ടേ കുടിക്കുള്ളൂ, കൂലി കിട്ടും. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയും. ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ പഠിപ്പിച്ച ഓരോ നന്മകളും ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. മൂന്നാമതായി വൽ മുഹാഫളത്തു അല സ്വലാത്തി വൽ ഇബാദത്ത്. നമ്മുടെ ജീവിതത്തിലെ നമസ്കാരം, ആരാധന കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതൊന്നുകൂടി മുഹാഫളത്തായി, ചിട്ടയായി, വ്യവസ്ഥാപിതമായി, ശ്രദ്ധയോടുകൂടി നിർവഹിക്കാം. 12 റക്അത്ത് റവാത്തിബ് എനിക്ക് നഷ്ടപ്പെടൂലാൻ തീരുമാനിക്കാം. സുബഹിന്റെ മുമ്പുള്ള ആ റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെടൂലാൻ തീരുമാനിക്കാം. ളുഹ നഷ്ടപ്പെടൂലാൻ തീരുമാനിക്കാം. തഹജ്ജുദ് നഷ്ടപ്പെടൂലാൻ തീരുമാനിക്കാം. ഇങ്ങനെ ഫർളും സുന്നത്തുമായ ഇബാദത്തുകളൊക്കെ വളരെ ക്രമത്തിലും ചിട്ടയിലും നമ്മൾ കൊണ്ടു നടക്കാൻ വാർദ്ധക്യത്തിലെത്തുമ്പോ വലിയ അവസരങ്ങൾ പ്രത്യേകമായി നമുക്ക് ലഭിക്കും. മറ്റൊന്ന്, ജനങ്ങൾക്ക് നന്മ ചെയ്യാം, കുടുംബ ബന്ധം നിലനിർത്താം. കുറച്ച് പ്രായമായാലും ഒങ്ങിട്ട് തെരഞ്ഞു വരട്ടെ എന്നല്ല, നമ്മൾ ചെല്ല, നമ്മളൊന്ന് വടിയുത്തി അല്ല, പേരമകന്റെ കൈപിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് ചെല്ല. അൽ ഇഹ്സാനു ഇലന്നാസ്, കഴിയുന്നത്ര ദാനധർമ്മങ്ങളും സദഖയും ഒക്കെ ചെയ്യാം. വസിലത്തുർ റഹിം, കുടുംബ ബന്ധങ്ങൾ കൃത്യമായി പാലിക്കാം. മറ്റൊന്ന്, ജനങ്ങളോട് നന്മ പറയുന്നത് പോലെ തന്നെ സന്തോഷവും സമാധാനവുമുള്ള മനസ്സോട് കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തയ്യാറാക്കുക. അൽ ഇസ്തിഅദാദു ലിഖാഇല്ലാ, അള്ളാഹ് നിനക്ക് കണ്ടുമുട്ടണം. ബിൽ ഖൽബിർ റാളി അൽ മുത്മഇൻ, ഒരു ശാന്തമായ മനസ്സോട് കൂടി ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ പോകുമ്പോ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ സഹോദരങ്ങളെ, വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകം കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. അന്ന് കൊണ്ടുവരപ്പെടുമ്പോ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്ർ, തീർച്ചയായും അന്നേ ദിവസം യൗമഇദിൻ യതദക്കർ, മനുഷ്യന് ഓർമ്മ വരും, ഒന്നും മറക്കൂല. എന്താ ഓർമ്മ വരിക? അൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്ർ. ആ ഓർമ്മ വരുന്നതിലൂടെ എന്തെങ്കിലും ഒരു പ്രയോജനം അവനുണ്ടോ എന്നുള്ള ചോദിക്കാം. എന്താ ഞാൻ ഓർമ്മ വരിക? അടുത്ത ആയത്താണ് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ. ഒന്ന് ശാന്തമായി കേൾക്കൂ സഹോദരങ്ങളെ, ഞാൻ എന്റെ ഈ ജീവിതം അവസാനിക്കുമ്പോ നാളെ പരലോകത്തിനു വേണ്ടി ഒന്ന് മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോൾ ഓർമ്മ വരുന്ന അല്ലാഹ് ചോദിക്കാം. അന്നാലഹു ദിക്ർ, അങ്ങനെ ഓർത്തിട്ട് ഇപ്പൊ എന്തോ ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. അന്നേ ദിവസം അള്ളാഹു ശിക്ഷിക്കുന്നത് പ്രകാരം വേറൊരാളും ശിക്ഷിക്കില്ല. താങ്ങാൻ പറ്റാത്ത ശിക്ഷയാണ്. വലാ യൂസിഖു വസാഖഹു അഹദ്, അവൻ പിടിച്ച് ബന്ധിപ്പിക്കുന്നത് പോലെ ഒരാളും പിടിച്ചു ബന്ധിപ്പിക്കുകയില്ല, ഒരു രക്ഷ ഉണ്ടാവില്ല.
എന്നാ തിരിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഈ ദുനിയാവിൽ ഒന്ന് ഒരുങ്ങി നീ ഒന്ന് ശ്രദ്ധിച്ചു വന്നില്ലേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. എന്ത് രസമായിരിക്കും മരണം. ഒന്നുകൂടി അല്ലാഹ് പറയും, ഫദ്ഖുലി ഫി ഇബാദി, എന്നിട്ട് എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിക്കുക. ആരാ അടിയാന്മാര്? ഇവിടെ എന്റേതെന്ന് വിചാരിച്ചല്ലോ, ആരോടല്ല. എന്നാൽ പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, വഹ്സന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് അവർ. അവരുടെ കൂടെ നീ ചേർന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, എന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അള്ളാന്റെ സ്വർഗ്ഗം, അതിൽ പ്രവേശിക്കാനുള്ള വല്ലാത്ത ക്വാളിറ്റിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിങ്ങനെ പുറത്ത് കറങ്ങുമ്പോഴുള്ള ലോകമുണ്ടല്ലോ, അതിന്റെ പിന്നാലെ പോകല്ലേ. അത് വല്ലാത്ത ലോകം. അത് ഈ ദുനിയാവിൻ്റെതാണ് ലോകമെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചവരുടെ ലോകം. അവിടെ നിന്നൊന്ന് മാറി മനസ്സിനൊന്ന് ചിട്ടപ്പെടുത്തി എനിക്ക് തിരിച്ചു പോണല്ലോ എന്ന് ആഗ്രഹിച്ച് ജീവിതത്തെ ഒന്ന് കണ്ടാലുണ്ടല്ലോ, ഈ ജീവിതം സുന്ദരായിരിക്കും. അപ്പോ വാർദ്ധക്യം വന്നാലും കട്ടിലിൽ കിടന്നാലും അൽഹംദുലില്ലാഹ് നാഥാ, നിനക്കാണ് സർവസ്തുതിയും, ഞാൻ എല്ലാ നന്മകളും പരമാവധി ചെയ്തിട്ടുണ്ട്, എനിക്ക് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉള്ള ഒരു ജീവിതത്തെ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. പടച്ചോനെ, നിനക്കാണ് സർവസ്തുതി. സന്തോഷായിരിക്കും മരിക്കുമ്പോ അങ്ങ് പറയാം, അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തുകൊണ്ട റബ്ബേ വഅതൂബു ഇലൈഹി, ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. അല്ലാഹ് പുഞ്ചിരിയോടുകൂടി നമ്മെ സ്വീകരിക്കും. മലക്ക് വരുമ്പോ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അങ്ങനെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആയുസ്സിനെ സമ്പൂർണമായി പ്രയോജനപ്പെടുത്തുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരങ്ങൾക്കും റഹ്മാനായ റബ്ബ് ശിഫയും മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.